ഗുയ്സ്, ഞാനിന്ന് നേരെ മുംബൈയിലേക്ക് പോവാം. ഇപ്പം ഇതാണ് റൺവേ. കാർഡുള്ളതുകൊണ്ട് ഫുഡ് ഒരു രൂപയ്ക്ക് കിട്ടി, ക്രെഡിറ്റ് കാർഡ്. അപ്പം ഇനിയുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ പോകണം. പക്ഷേ എനിക്ക് ഹിന്ദി അറിയില്ല. ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി പോകുന്ന 3 ദിവസം, 4-ാം തീയതി വെളുപ്പിനെ തിരിച്ചു വരും. അപ്പോൾ ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര കൺസേൺ ആയിരുന്നു, എങ്ങനെ ഉണ്ടാവും എന്നുള്ള. പക്ഷെ ഒരു കാര്യമെന്ന് വെച്ചാൽ എല്ലാ കംഫർട്ട് സോണും വെച്ച് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഒരിടത്തും ഒന്നും എത്തത്തില്ല. അപ്പം ഉള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി നോക്കുക. ഇപ്പം ഇംഗ്ലീഷുകാരൊക്കെ ഇവിടെ വന്നിട്ട് ഇന്ത്യ, അപ്പം ഇപ്പോൾ ഒരു കോൾ വന്നു, അതാ കട്ടായിപ്പോയത്. അപ്പം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നിന്ന് പോകത്തുള്ളൂ. ബ്രേക്ക് യുവർ കംഫർട്ട് സോൺ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഫേസ് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇപ്പം ഇത്ര എക്സ്പെൻസ് മുടക്കി എന്തിനാണ് ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. ഇപ്പം ജോലി കിട്ടാനുള്ള ചാൻസ് വെറും 1% ഉള്ളൂ. 100% വെറും 1% എനിക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ. അങ്ങനെ 25 വേക്കൻസി ഉണ്ട്, ഓൾ ഇന്ത്യ ആണ്. അപ്പം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ഞാൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ ഇന്നലെയാണ് എന്തെങ്കിലുമൊക്കെ 2-3 ക്വസ്റ്റ്യൻ നോക്കുന്നത്. കാരണം 27-ാം തീയതി കഴിഞ്ഞ ഇതാണ് 2-ാം തീയതി ഇൻ്റർവ്യൂ. അപ്പം അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എങ്ങനെയാണ് പ്രൊസീജിയർ ചോദിച്ചപ്പോഴാണ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയുന്നത്. അപ്പം ഞാനാണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയത്. പിന്നെ അതിനെക്കുറിച്ച് ഒരുപാട് നോക്കിയിട്ട് പോലുമില്ല. അപ്പം ഇത് കിട്ടുക ഇല്ലേ എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എല്ലാ കാര്യങ്ങളും നടക്കാതിരിക്കും, അതൊക്കെ പിന്നുള്ള കാര്യം. നമ്മളതനുസരിച്ച് നോക്കുക, കിട്ടുക ഇല്ല എന്നൊക്കെ. ഇപ്പം തന്നെ ഈ ലോഞ്ചിൽ കയറിയ സമയത്ത് എനിക്ക് ഫുഡ് ആക്സസ് ഉണ്ടാകുന്ന പോലും അറിയത്തില്ല. ജസ്റ്റ് വന്ന് കാർഡ് കൊടുത്തപ്പോൾ ഓക്കെ കയറി കഴിച്ച്. കിട്ടുവാനുള്ള ചാൻസ് ഇവിടെ തന്നെ എനിക്ക് അറിയത്തില്ലായിരുന്നു. എൻ്റെ കൂടെ ഒരു പുള്ളി വന്ന് പുള്ളിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് വന്നേ. പക്ഷെ ഇവിടെ വന്നപ്പോൾ നേരെ ഉൾട്ടയായി. പുള്ളിക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. അങ്ങനെയാണ്. അത് കാരണം ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ് ലോഞ്ചിൽ ഇതിന് ഫുഡ് കഴിക്കുന്നത്. കൊള്ളാം. പക്ഷേ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ടാണെന്ന് ഒന്നും കഴിക്കാനില്ല. ആകെ ഒരു കോഫിയും 2 പീസ് കേക്കും, ഇത് മാത്രമേ ഉള്ളൂ. സംഭവം കൊള്ളാം. ഇപ്പം ആദ്യം കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പിന്നെ ട്രൈ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യമൊക്കെ പിന്നെ. ഇപ്പം എന്തായാലും ഞാനപ്പം പോകുന്നതിൻ്റെ ഇത് കാണിച്ചു തരാം. ഇപ്പോൾ എയർപോർട്ടിലാണ്. ബോർഡിംഗ് പാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. 4:30 ഫ്ലൈറ്റ്. ഇപ്പം 3:45 4:30 ഫ്ലൈറ്റാണ്. ലൈഫ് അങ്ങനെയാണ്. ഇപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിടെക് പഠിച്ച് അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂവിന് പോകുമ്പം ഒരു സാലറി ബേസ് ചെയ്തല്ല, പക്ഷെ നമ്മൾ സാലറി നോക്കുന്നുമില്ല. നമുക്ക് അത്യാവശ്യം നമ്മുടെ നീഡ് നടക്കുന്ന ഒരു സാലറി കിട്ടണ്ടേ. ഒരു 4 വർഷം അല്ലെങ്കിൽ ഞാനിപ്പോൾ മൊത്തം 7 വർഷം എഞ്ചിനീയറിംഗ് ഫീൽഡ് പഠിച്ചു. അതായത് 3 വർഷം ഡിപ്ലോമ, 4 വർഷം ലാറ്ററൽ എൻട്രി കഴിഞ്ഞ് പിന്നെ ഒരു 3 വർഷം, പിന്നെ അത് കഴിഞ്ഞ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അപ്രൻറ്റീസ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ 1 വർഷം, പിന്നെ അത് കഴിഞ്ഞ് NDT ലെവൽ 2 സർട്ടിഫിക്കേഷൻ, നെബോഷ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോലും എനിക്കൊരു കമ്പനി ചെല്ലുന്ന സമയത്ത് അവർ പറയുന്ന സാലറി എന്ന് വെച്ചാൽ 12,000 രൂപ. 12,000 രൂപ വെച്ച് നമ്മൾ ഈ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ നിൽക്കും? ഞാൻ ബേസിക് കാര്യം ചോദിച്ചു, എങ്ങനെ നിൽക്കും? അതുകൊണ്ടാണ് മെയിനായിട്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ പുറത്തോട്ട് വന്നത്. കാരണം ഇവിടെ നിന്നിട്ട് ഈ ഒരു സാലറിക്ക് നേരെ ഒന്നും നടക്കത്തില്ല. ഇപ്പം തന്നെ പല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്ക് എന്തിന് പെട്രോൾ അടിക്കണമെങ്കിൽ തന്നെ 1 ലിറ്റർ പെട്രോളിന് 114 രൂപയാണ്. 114 രൂപ വെച്ച് നമ്മളൊരു വട്ടം ഒരു വണ്ടിയിലൊരു ഫുൾ ടാങ്ക് അടിക്കും. ബൈക്കിൽ ഒരു ഫുൾ ടാങ്ക് അടിക്കുമ്പോൾ തന്നെ 1,200 രൂപ അതിൽ നിന്ന് പോയി. ബാക്കി 11,000 സംതിങ് ഉള്ളൂ. പിന്നെ ഫുഡ്, ബാക്കിയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ചിലവും എല്ലാം വരുമ്പം നമ്മൾ ആ ജോലിക്ക് പോകുന്ന വെറുതെ എന്നുള്ളൊരിതാണ്. പിന്നെ കയറുമ്പോൾ തന്നെ ഈ സാലറി ഇത്രയും കുറവാണെങ്കിൽ പോട്ടെ, നമുക്ക് ഇവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റെങ്കിലും തരണ്ടേ. അതൊന്നുമില്ല. നമ്മളവിടെ കയറുമ്പോൾ തന്നെ 3 വർഷത്തെ ബോണ്ട്. ഈ 3 വർഷത്തെ ബോണ്ടും വെച്ചിട്ട് ഈ സാലറിക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ 3 വർഷം. ഓക്കെ, ഈ 3 വർഷം നമ്മൾ ഈ 12,000 രൂപയ്ക്ക് വർക്ക് ചെയ്ത് നമ്മൾ ഇതും കൊണ്ട് പുറത്തോട്ടൊരു നല്ലൊരു പോസ്റ്റിന് വേണ്ടി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. ഇന്ത്യയിലെ എക്സ്പീരിയൻസ് കൺസിഡർ ചെയ്യത്തില്ല. നമ്മൾ ദുബായിൽ പോകണേ, ദുബായിൽ ഫ്രഷർ. പിന്നെ എന്തിനാ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന? ഇതാണ് ഓരോരോ പ്രശ്നം.
ഒന്നെങ്കിൽ കൊമ്പത്തെ രാജാവാണ്, അല്ലെങ്കിൽ താഴത്തെ ഒരു ഇതാണ്. ഇത് നടുക്കിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ലൈഫാണ്, ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, പൈസയുടെ കാര്യമൊന്നും ആലോചിച്ചാതെ ഇതാകണ്ട എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ലൈഫ് ഗോസ് ഓൺ. പിന്നെ ഇങ്ങനെ ഓരോരോ ഇപ്പം തന്നെ ഞാൻ വിചാരിക്കാത്ത കാര്യമാണ്. ഇപ്പം ഇങ്ങനെ ഒരു പ്ലാൻ പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്നതാണ് ഈ ലോഞ്ച് ചെയ്യുന്ന ഫുഡ് കഴിക്കുന്നത്. അത് നല്ല അടിപൊളി വ്യൂ, ഫ്ലൈറ്റ് പൊങ്ങുന്നതൊക്കെ കണ്ട് ചായയും കുടിച്ചിരിക്കുക. സീൻ കൊള്ളാം. അങ്ങനെയാണ് ലൈഫ്. ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് നല്ല എന്തെങ്കിലും കാര്യം ഫ്യൂച്ചറിൽ ഉണ്ടായിരിക്കും, നല്ലത് വരാനിരിപ്പുണ്ട്. ഫെയ്റ്റ്. പിന്നെ എല്ലാ കാര്യം ഫെയ്ത്താണെന്ന് വിചാരിച്ച് മാത്രമേ ഇരിക്കുള്ളൂ. നമ്മളതിന് വേണ്ടി കഠിനമായിട്ട് എന്തെങ്കിലും പരിശ്രമിക്കണം. ഇപ്പം ഞാനിവിടുന്ന് എനിക്ക് ജോലി എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞ് ഈ അവർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി കഴിഞ്ഞാൽ വീട്ടിൽ ചൊറിയും കുത്തിരിക്കത്തേ ഉള്ളൂ. അങ്ങനെയുണ്ട്. അപ്പം ബാക്കി എൻ്റെ മുംബൈ ട്രിപ്പ് കാണിച്ചു തരാം. ഓക്കെ, ബൈ. കുറേ നേരം അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടല്ലേ ഇതാണ് പോകേണ്ട ഫ്ലൈറ്റ് അങ്ങനെ വന്നു. അങ്ങനെ ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് 4:30 വരേണ്ട ഫ്ലൈറ്റാണ്. 5:10 ഉണ്ടാവും. ഓക്കെ, പ്രൈവറ്റ് ബസ്സിനേക്കാളും തിരക്ക്. ലാൻഡായി. ഇതാണ് വന്ന ഫ്ലൈറ്റ്. അങ്ങനെ എയർപോർട്ട് കാണാൻ അടിപൊളി. ഞാൻ കാണിച്ചു കുറച്ച് ഇതൊക്കെ കാണില്ല. അകത്ത് ഇതൊക്കെ പ്ലാന്റേഷൻ കാണുമ്പോൾ എന്താ പ്ലാന്റേഷൻ ഫൗണ്ടൻ ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഫൗണ്ടൻ കാണാൻ പറ്റുമോ? ഒരു ഫൗണ്ടൻ അതൊക്കെ ഉണ്ട്. കാണാൻ അടിപൊളി. ഈ ബാഗ് വരുന്നവരെ വെയിറ്റ് ചെയ്യണം. ലാസ്റ്റ് ആയപ്പോൾ ആ ബസ്സിൽ കൊണ്ടൊരു സൈറൺ അടിക്കാന്നുണ്ടെങ്കിൽ എൻ്റെ പോലെ ചെവിയുടെ ഇത് പോയി. എന്തായാലും വാങ്ങിയിട്ട് വാഷ്റൂമിൽ പെട്ടു. അങ്ങനെ ബാഗിന് വേണ്ടി വെയിറ്റിംഗ്. മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ കുടിച്ച് സെറ്റായി. ഇതാ ഞാൻ പറഞ്ഞ സൗണ്ട് പുറത്തുണ്ട്. അത്യാവശ്യം കൊള്ളാം, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ബാഗ് ഇതുവരെ ഒന്നുമില്ല. അതാണ് ബാഗ് നോക്കട്ടെ. ബാഗ് തപ്പടം. ഇത് കഴിഞ്ഞിട്ട് ഇനി കാണാൻ അത്യാവശ്യം ഇതായിട്ടുള്ള ആംബിയൻസൊക്കെ ഉള്ള സ്ഥലം. നല്ല തിരക്കുണ്ട്. പക്ഷേ ഇതിനു മുമ്പേ ഞാൻ ആദ്യമായിട്ടാണ് ഡൊമസ്റ്റിക് വരുന്നു. ഇതിനു മുമ്പ് ഇൻ്റർനാഷണലൊക്കെ പോകുമ്പോൾ ഇത്രയും തിരക്കൊന്നുമില്ല. പക്ഷേ പ്രൊസീജിയേഴ്സൊക്കെ ഭയങ്കര ഇതായിരുന്നു. ഇത് പക്ഷെ അത്ര പ്രൊസീജിയേഴ്സിന് കഴിയുന്നില്ല. പക്ഷേ അത്യാവശ്യം ഈ ഡിലേ ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് പോസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ബാഗാണ് ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബാഗ് വന്നില്ല. ബാഗ് ഹിയർ ഈസ് മൈ ബാഗ്. നോക്കട്ടെ, ഞാൻ അപ്പം നിങ്ങൾക്ക് കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ബാഗ് ഇട്ടിട്ട് പുറത്തേക്കിങ്ങനെ പോകുന്നു. നടന്ന് പോവാം. ഇനി മറ്റേ ഹോട്ടലിൽ നല്ലത് നോക്കി ഇതാക്കണം, സെറ്റ് ചെയ്യണം.
അതായത് ഹോട്ടൽ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് പോകേണ്ട സ്ഥലത്തിന് അടുത്തോട്ടുള്ള ഏതെങ്കിലും ഹോട്ടൽ വേണം സെറ്റ് ചെയ്യാൻ. അപ്പം അതനുസരിച്ച് വേണം ഏതെങ്കിലും ഒരെണ്ണം എടുക്കാൻ. കണ്ട അത്യാവശ്യം നല്ല രീതിയിലാണ് ഇവിടുത്തെ കൺസ്ട്രക്ഷനും അങ്ങനെയുള്ള കാണാൻ നമുക്കൊരു രസം തോന്നും. അപ്പം അത് നോക്കിയിട്ട് അതൊരെണ്ണം ബുക്ക് ചെയ്തിട്ട് അവിടെ വിളിക്കണം. നിങ്ങളൊന്ന് ഓർക്കണം, ഹിന്ദി അറിയില്ല, അതാണ് മെയിൻ കാര്യം. അപ്പം അടിക്കേണ്ട ഇംഗ്ലീഷൊന്നും അറിയാത്ത ആളാണെങ്കിൽ തീർന്നു. അപ്പം ബാക്കി നോക്കട്ടെ ബൈ. ഇതൊക്കെ നോക്കി ഒരുമാതിരി മറ്റേ ഷോപ്പ് മാളി വന്ന ഫീല് ഫുള്ള്. ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുക. ഞാൻ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ബുക്ക് ചെയ്ത് ഫുള്ളിതാ ലൈറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ ഞാൻ ഇങ്ങനെ നടന്ന് ഇടയ്ക്ക് ഞാൻ കട്ട് ചെയ്യുന്നതിൻ്റെ പക്ഷേ ഗൂഗിൾ മാപ്പ് നോക്കാനുണ്ട്, അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ റെക്കോർഡ് ചെയ്യുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഫുള്ള് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് എയർപോർട്ട്. അപ്പം അങ്ങനെ മേലോട്ടൊക്കെ കുറേ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയാണ് ഉള്ളതൊക്കെ അറിയാം. അങ്ങനെ ഒഫീഷ്യലി ഇതിൽ നിന്ന് ഇറങ്ങി, എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. എയർപോർട്ട് എനിക്ക് ബീച്ചിനെ കിടക്കുന്നു. ബീച്ചിനെന്തിന് കുറേ ഉണ്ട്. ഇവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇനി നടന്ന് റോഡിൻ്റെ ഇറങ്ങണം. ഇവിടെ നിന്നൊക്കെ ക്യാബ് ബുക്ക് ചെയ്തല്ലേ പറ്റിക്കുമെന്ന് എൻ്റെ ഇവിടെയുള്ള നൻപന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം പുറത്തിറങ്ങിയിട്ട് നോക്കാം. ഓക്കെ. അങ്ങനെ നടന്ന് വണ്ടിയുടെയൊക്കെ ടോള് സ്കാൻ ചെയ്യുന്ന അവിടെ നിന്ന് എത്തി. നടക്കട്ടെ. നടന്ന് എത്തുമ്പോൾ ഒരു സമയമാകും. ഓക്കെ. അയ്യോ, ഇതാണെങ്കിൽ 15 15+ ആയതുകൊണ്ട് കൈ പിടിക്കാൻ ഭയങ്കര പാടാ. ഇത് തന്നെ അടിച്ച് ആരക്കിടന്ന്. ഓക്കെ. നോക്കി വെറൈറ്റി പരിപാടി ചെയ്യാൻ നോക്കുക. ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് പോയാലെന്നാണ് ആലോചിക്കുന്നത്. ലിഫ്റ്റ് അടിച്ച് പോയാലാ എന്താ പറയുന്നത്, ലിഫ്റ്റ് അടിക്കാനുള്ള പ്ലാനിലാണ്. അതുപോലെ വണ്ടി ലിഫ്റ്റ് അടിക്കാൻ നോക്കുന്നത്. ആണ് സ്റ്റേ. അത്യാവശ്യം നല്ല എയർപോർട്ടിൻ്റെ അടുത്തുള്ള സ്റ്റേയാണ്. ഓണർ ഒരു മലയാളിയാണ്. ഭാഗ്യത്തിന് റൂമിൻ്റെ ഓണർ നല്ല ഒരു മലയാളിയാണ്. അത്യാവശ്യം നല്ല റൂമാണ്. നമുക്ക് ഒരു 1300 അത്രയും കണ്ടാണ് റേറ്റ്. AC ഉണ്ട്. ഇത് ഇവർ നല്ല ടാക്റ്റിക്കലായിട്ട് പകുതിയായിട്ടാണ് ചെയ്യുന്നത്. രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ലാത്ത ക്ലൈമറ്റിൽ ടെമ്പറേച്ചറിൽ വെച്ച് സെറ്റ് ചെയ്ത് വെച്ച് ചെയ്യുന്നു. പകുതി ഇപ്പുറത്തോട്ട് കിട്ടും, പകുതി അപ്പുറത്തോട്ട് കിട്ടും. അതായത് ഒരു റൂം പപ്പാതിയാക്കി വെച്ചേക്കുക. ഞാനിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പകുതി ഒരു അത്യാവശ്യം നല്ലൊരു കട്ടിലുണ്ട്, പിന്നെ നല്ലൊരു കബോർഡ്, ഒരു കണ്ണാടി, കൊള്ളാം. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ആരെങ്കിലും മുമ്പേ വരുന്നുണ്ട്. എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഏകദേശം 1.4 അത്രയും കണ്ടേ ഉള്ളൂ. ഇത്രയും കിലോമീറ്റർ ഉള്ളൂ. ട്രൈ ഔട്ട് ചെയ്യാം, കൊള്ളാം. ആകെ ഒറ്റ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ്റൂം പോകണം. അതായത്
ഓരോ ഇവിടെ ഈ ഒരു കോളനി ഒരു 3 റൂമുണ്ട്. ഈ 3 റൂമിൻ്റെ അവിടെ ആയിട്ട് ഒരു ബാത്റൂം, അങ്ങനെ അപ്പുറത്ത് 3 റൂമുണ്ട്. ആ റൂമിൻ്റെ 3 അപ്പുറത്ത് ഒരു ബാത്റൂം, അങ്ങനെ കുറച്ച് ബാത്റൂമിൻ്റെ ഒരു ഇത് മാത്രം എനിക്കൊരു ഇതായിട്ട് വന്നു. പിന്നെ അവർ സ്പേസ് യൂട്ടിലൈസ് ചെയ്യുന്നത്, പിന്നെ അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ ഏറ്റവും ടോപ്പ് ഫ്ലോറിലേക്ക് 3ാമത്തെ ലിഫ്റ്റ് ഇല്ല. ലിഫ്റ്റ് ഞാൻ കണ്ടില്ല, ഇനി ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സ്റ്റെപ്പ് കയറിയാണ് വന്നത്. അപ്പം ഇവിടെ വന്നിട്ട് കാണാം വാതിൽ. ഞാൻ പറ്റുവാണെങ്കിൽ എൻ്റെ വീഡിയോ ഇതിൻ്റെ ബാക്കി ഇടാം. കിട്ടില്ല സ്ഥലം വ്യൂ. നമുക്ക് ഓരോ ചായ അങ്ങനെയുള്ള കുടിക്കാനുണ്ടെങ്കിൽ വാതിക്കെ ഇരുന്നിട്ട് കുടിക്കാൻ അങ്ങനെയുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട്. ഒരു മേളിലെ വ്യൂവും കാണാൻ അത്യാവശ്യം നല്ല സ്ഥലമുള്ള ഒരു ഏരിയ. അങ്ങനെ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് റൂം ബുക്ക് ചെയ്തിട്ടിരുന്നപ്പം ഒന്നാമത് എനിക്ക് ഇതറിയത്തില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞ് തന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോക്കാരൊക്കെ ചിലപ്പോൾ പറ്റിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ. പക്ഷേ ഞാനിവിടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ എൻക്വയറിക്ക് വേണ്ടി വിളിക്കുമല്ലോ, ഇംഗ്ലീഷ് ബബ്ബ് പഠിക്കണമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മലയാളിയാണെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. കേരളയിൽ നിന്നാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പം മലയാളിയാന്ന് പറഞ്ഞ് പുള്ളി എന്നിട്ട് പിക്ക് ചെയ്യാൻ വന്നു തന്നെ. പുള്ളി പിക്ക് ചെയ്യാൻ വന്ന് പുള്ളിയായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതാണ് പറയുന്നത്, ചില സമയത്ത് അതങ്ങനെയാണ്. നമ്മളൊരു കാര്യത്തിനോട്ട് പക്ക എല്ലാവരും പറയുന്നത് പക്കായിട്ട് ഫോക്കസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഇതായിട്ട് കാണുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് പോകും. അതായത് എന്തുവാ പറയുന്നത്, മറ്റേ നമ്മളൊരു കാര്യത്തിലോട്ട് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിരുന്ന നമ്മുടെ ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ഫേവറബിളായിട്ടേക്കും എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു സംഭവം. ഞങ്ങൾ 3 പേരായിരുന്നു ഇന്ന് വരാൻ വേണ്ടി ഇരുന്നത്. അപ്പം ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നില്ല, അതിനകത്ത് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് 27-ാം തീയതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ ബെല്ല് എനിക്കിവിടെ നോക്കിയിട്ട് വരാം, വെയിറ്റ് ചെയ്യാം. ഹലോ ഓക്കെ, ഐ വിൽ കം ടു ദി റിസപ്ഷൻ. ഓക്കെ, ഇത് റിസപ്ഷൻ റൂമ്. അപ്പം ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്, എല്ലാം ഇങ്ങനെ നമ്മൾ ഇതാവുന്നു. അങ്ങനെയാണ്. ഞങ്ങൾ ഈ ഇൻ്റർവ്യൂ 27-ാം തീയതി അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 3 പേരുണ്ട്. 3 പേരിൽ ഒരുത്തനാണ് ഈ ഫ്ലൈറ്റിൻ്റെ കാര്യം കൊണ്ടുവന്നത്. അതായത് അവന് എക്സാം ഉള്ളതുകൊണ്ട് അവൻ റിട്ടേൺ ഫ്ലൈറ്റിൽ വരത്തുള്ളൂ. അത്രയും നേരം എൻ്റെ മനസ്സിൽ പോലും ഫ്ലൈറ്റിൻ്റെ കാര്യമില്ലായിരുന്നു. അങ്ങനെ 27-ാം തീയതി ഇങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളും അവരുടെ ക്രൈറ്റീരിയയും കേട്ടപ്പോൾ നല്ലൊരു ഓപ്ഷനാണെന്ന് തോന്നി. അങ്ങനെ അവർ മുംബൈയിലാണ് ഇൻ്റർവ്യൂ അതിൻ്റെ ബാക്കിയുള്ളത്. അപ്പോൾ അവിടെ വന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മുമ്പ് ട്രെയിൻ ടിക്കറ്റ് നോക്കിയപ്പോൾ ട്രെയിൻ ടിക്കറ്റ് ഒന്നുമില്ല. അങ്ങനെ ജനറൽ എടുത്ത് പോകാമെന്ന് ഞാൻ അപ്പോൾ ഒരു മനസ്സിലിത്. ആകെ അപ്പോൾ ജനറലുള്ളത് 31-ാം തീയതി ട്രെയിന്. 27-ാം തീയതി ആ കാര്യം അറിയുമ്പോൾ തന്നെ ഏകദേശം 3:30-4 മണി ആകാറായി. 31-ാം തീയതി ട്രെയിനുള്ളൂ. ട്രെയിനിൻ്റെ ആണെങ്കിൽ ടിക്കറ്റിൻ്റെ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റ്. കാരണം മിക്കവർക്കും അറിയാമായിരിക്കും, പുറത്തോട്ട് പോകുന്ന ട്രെയിനൊക്കെ അത്യാവശ്യം നേരത്തെ ബുക്ക് ചെയ്താലേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ ട്രെയിൻ ടിക്കറ്റ് നോക്കിയിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ചുമ്മാ ഒരു ഇതിന് വേണ്ടി ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്കിയപ്പം ഫ്ലൈറ്റ് ടിക്കറ്റിന് 7,000 ചില്ലുവാനും രൂപയായിരുന്നു അന്ന് ഞാൻ നോക്കുന്ന സമയത്ത്. 27-ാം തീയതി വൈകിട്ട് നോക്കുന്ന സമയത്ത് എത്രയായിരുന്നു. അങ്ങനെ ഞാൻ നേരെ കയ്യിൽ പൈസ ഇല്ല, അതുപോലൊരു കാര്യം. കയ്യിൽ പൈസ ഇല്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ആലോചിച്ചിട്ട് എനിക്കൊരു ഒരു ഇത് കിട്ടുന്നില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, പിന്നെ വേണ്ട എന്നുള്ളൊരു മൈൻഡ് ഞാൻ വന്നിട്ട് പിന്നെ ഞാൻ ഒരു ഇത് ആലോചിച്ചപ്പോൾ ഇപ്പം നമുക്ക് പുറത്തോട്ട് ദുബായിലേക്ക് ഒരു വിസിറ്റ് എടുത്ത് പോകണമെങ്കിൽ എങ്ങനെ പോയാലും ഈ ഒരു പൈസ നമ്മൾ ചിലവാക്കണം. ഇത്രയും പൈസ ഈ ഒരു എമൗണ്ട് ചിലവാക്കിയാലേ നമുക്ക് ഈ ഒരു അത്യാവശ്യം നമുക്ക് അവിടെ പോയി പിന്നെ സ്റ്റേ, ഫുഡ്, വിസ, ടിക്കറ്റ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര, എങ്ങനെ പോലും അത്യാവശ്യം നല്ല ഫണ്ടാവും. അപ്പം അത് ജോലി കിട്ടുക എന്ന് പോലും അറിയാണ്ടാണ് ഇത്രയും ഫണ്ട് നമ്മൾ ചിലവാക്കുന്നത്. വിസിറ്റ് എടുത്തിട്ട് അവിടെ പോയിട്ട് അവിടെ വന്നിട്ട് ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒരു ഇത് പോയി നോക്കിയിട്ട് കിട്ടുവാണെങ്കിൽ ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഈ ഒരു വരുന്ന പോക്കുന്നതിൻ്റെ ഒരു ഇതേ ഉള്ളൂ, കഷ്ടപ്പാടേ ഉള്ളൂ. അപ്പം നല്ലതാണെന്ന് തോന്നി. അങ്ങനെ എടുക്കാമെന്ന് വെച്ച് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ നേരെ
രാത്രിക്ക് ഇത് തന്നെ ഫ്ലൈറ്റ് കയറി ഞാൻ നോക്കിയപ്പോൾ ഇതാക്കി. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുവാണെങ്കിൽ ഇത്ര രൂപയെന്ന് പറഞ്ഞ് കാണിച്ച് ഓഫർ കാണിച്ച് അങ്ങനെ നേരെ കൂപ്പൺ ഉണ്ടായിരുന്നു. അങ്ങനെ കൂപ്പണിൽ കയറി റെഡീമും ചെയ്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് മറ്റവന്മാരാണെങ്കിൽ എന്തോ മേക്ക് മൈ ട്രിപ്പ് ഡബിൾ എസ് റിട്ടേൺ അങ്ങനത്തെ എന്തോ സംഭവമൊക്കെ വെച്ച് അവന്മാരും ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് അവന്മാർക്ക് ചാർട്ട് 31-ാം തീയതിയാണ് അടുത്ത ദിവസത്തെ 8 മണിയാകുമ്പോഴാണ് അടുത്ത ദിവസം പോകുന്നതിൻ്റെ ഇതാക്കുന്നത്. അങ്ങനെ ബുക്ക് ചെയ്തപ്പോൾ അവന്മാർക്കാണെങ്കിൽ ടിക്കറ്റ് ഇതായില്ല, കിട്ടിയില്ല. അപ്പം തന്നെ എനിക്ക് പകുതി കൂടെ വരാമെന്ന് പറഞ്ഞവന്മാരും വരുന്നില്ല. അങ്ങനെ കുറേ ഇത് നെഗറ്റീവായപ്പോൾ അങ്ങനെ കുറേ നെഗറ്റീവൊക്കെ നെഗറ്റീവായി കഴിഞ്ഞപ്പം എനിക്കിപ്പോൾ എന്താണ് ഇങ്ങനെ എന്നൊക്കെ ഉള്ള ഇത്. ഇനി ഒറ്റയ്ക്ക് പോകണ്ടേ, എനിക്കാണെങ്കിൽ അവിടെ പോയിട്ട് ഒന്നും ഭാഷ അറിയില്ല, അതാണ് മെയിൻ ഇത്. കാരണം നമ്മൾ ഭാഷ അറിയാണ്ടൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മളിട്ട് അറിയാലോ. ഇപ്പം അങ്ങനെ പല വീഡിയോസ് നിങ്ങൾ കണ്ടാണ്. ഇപ്പം ഉബർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഉബർ ക്യാൻസൽ അത് അവരെ ഓഫ് ചെയ്തിട്ട് അവർ നമ്മളെ പിന്നെയും കൊണ്ടുപോയിട്ട് ഡിസ്റ്റൻസ് ഇത്ര എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഇതാക്കും. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് കിടന്ന് തർക്കിക്കാനോ ഒന്നാമത് ഭാഷ അറിയണ്ട, എന്തും പറഞ്ഞ് തർക്കിക്കാനോ അങ്ങനത്തെ കാര്യം. അങ്ങനെ കുറേ ഇതൊക്കെ ആയി. പിന്നെ ആലോചിച്ചത് എല്ലാം നമ്മളിങ്ങനെ ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. എല്ലാത്തിലും നെഗറ്റീവ് കണ്ടില്ല. ഒരു ഇത് വെച്ച് അങ്ങ് ഇറങ്ങിത്തിരിക്കുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങിത്തിരിച്ച് എയർപോർട്ടെത്തി ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് അത്യാവശ്യം ഈ ഒരു ഇത് കണ്ട, ഇതിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു മനസ്സൊരു തോന്നൽ വരും ഇത് ബുക്ക് ചെയ്യാമെന്ന്. കാരണം അതിൽ നോക്കിയ സമയത്ത് 1400 അത്രയും കണ്ടായിരുന്നു ഇതിൻ്റെ റെൻറ്റ് പറഞ്ഞത്. അങ്ങനെ എനിക്ക് ബാക്കിയെല്ലാം ഡോർമെറ്ററി ഉണ്ട്, താഴെ റേറ്റ് ഉള്ളതൊക്കെ. പിന്നെ ഇതിൻ്റെ തന്നെ ക്യാബിൻ സ്റ്റേ എന്ന് പറഞ്ഞാൽ കുറേ കിടപ്പുണ്ട്. ക്യാബിൻ സ്റ്റേ സോഷ്യൽ ഹബ്ബ് എന്ന് പറഞ്ഞു കുറേ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അങ്ങനെ ഇത് ഞാൻ അതിൽ നമ്പർ എടുത്ത് വിളിച്ചിട്ട് എനിക്കാണെങ്കിൽ വിളിച്ചിട്ട് അവർ ഹലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇതൊന്നുമില്ല. പിന്നെ മലയാളിയാണ് പുള്ളി സംസാരിച്ച, പുള്ളി എങ്ങോട്ട് വെച്ചും കേരളത്തിൽ നിന്നാണ്. അപ്പം മലയാളിയാണെന്ന് മനസ്സിലായിട്ട് പുള്ളി ഇങ്ങനെ സംസാരിച്ച് റൂമിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇൻ്റർവ്യൂവിന് വരുവാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് 1200 രൂപയ്ക്ക് ഒരു ദിവസം റൂമാണ്. ഒരു ദിവസം 1200 രൂപ. എന്നിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞ് അവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ എന്നെ വിളിക്ക്. കാരണം എന്നിട്ട് കാരണം ഇതിൻ്റെ എയർപോർട്ടിൽ നിന്ന് 1.2 കിലോമീറ്റർ അത്ര എങ്ങാണ്ട് ഉള്ളൂ ഇവിടെ ഡിസ്റ്റൻസ്. 2 കിലോമീറ്ററിന് താഴെ ഉള്ളൂ. അങ്ങനെ വിളിക്കാൻ പറഞ്ഞ് അങ്ങനെ കാരണം ഓട്ടോക്കാരൊക്കെ ഭാഷ അറിയത്തില്ല, പുതിയതായിട്ട് മുമ്പേ വരുവാന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പറ്റിക്കുമെന്ന് പുള്ളി എന്നെ പറഞ്ഞു. അങ്ങനെ നേരെ ഞാൻ വിളിച്ചപ്പോൾ പുള്ളി എന്ത് ചെയ്ത്, നമ്മുടെ നാട്ടുകാരൻ തന്നെയായിരുന്നു, കാസർഗോഡുകാരനാണ് പുള്ളി. കാസർഗോഡുകാരൻ. പുള്ളി എന്നെ എയർപോർട്ടിൽ ഇറങ്ങി ഇങ്ങനെ ഒരു സ്ഥലത്ത് ഫ്രണ്ട് വന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പുള്ളി വണ്ടിയും കൊണ്ട് വന്ന് ഞാനവിടെ ലിഫ്റ്റ് അടിക്കാനോ അല്ലെങ്കിൽ ഓട്ടോ വിളിക്കാനോ അങ്ങനെ നിൽക്കുമായിരുന്നു. പുള്ളി വന്നിട്ട് അവിടെ വന്നിട്ട് വിളിച്ചിട്ട് പുള്ളി പിക്ക് ചെയ്തുകൊണ്ട് വന്നു. അതാണ് നമ്മളിങ്ങനെ ഇതായിട്ട് നിൽക്കുന്ന സമയത്ത് പല നെഗറ്റീവും കാണും. പക്ഷെ ഇതായിട്ടൊന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ പല കാര്യങ്ങൾ നമ്മളെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുമെന്ന് പറയത്തില്ലേ, അങ്ങനത്തെ സംഭവമായിരുന്നു. ശരിക്കും നമുക്ക് എൻ്റെ ഒരു ലൈഫിൽ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ വലിയ ഇതൊന്നും തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് കൂട്ടുകാരൊക്കെ ആയിട്ടൊക്കെ വരുന്നത്, അപ്പം ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും ലോങ് ഇതായിട്ട് വരുന്നത്. അല്ലാത്തപ്പം ഇപ്പം കൂടെ ആരെങ്കിലും കാണും. ഇപ്പം ഈ ഒന്നെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ കാണും. അപ്പം നമുക്ക് ഒറ്റയ്ക്ക് വരുന്ന വേറെ ഒരാളും കൂടെ വരുമ്പോൾ ഒരു കംഫർട്ട് സോൺ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ അല്ലെന്ന് പറഞ്ഞാലും നമ്മൾ റിസ്ക് എടുത്ത് മറ്റേത് ഇതെന്ന് പറഞ്ഞത് ഇത് എന്നൊക്കെ ഇപ്പോൾ ട്രെയിനിൽ അങ്ങനെയൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഇത് വേറൊരു ഇതാണ്. ട്രെയിന് ഞങ്ങൾ ജനറലിൽ കയറി തൂങ്ങിപ്പിടിച്ച് അങ്ങ് വരെ പോയിട്ടൊക്കെ ഉണ്ട്. അത് അല്ല, ഇതൊരു വേറെ തരം ഒരു എക്സ്പീരിയൻസാണ്. അത് ഇപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലിലുമാണ് ഞാനിപ്പോൾ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി പഠിക്കാൻ തുടങ്ങണം.
ഇതൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. ബാക്കി നാളെ കാണാം. അപ്പം ബൈ.